എൻട്രൻസ് പരീക്ഷയ്ക്ക് കോച്ചിങ് ഉണ്ട്. ഡ്രൈവിംഗ് പഠിക്കാനും കോച്ചിങ് വേണം. എന്തിന്? ഏത് കാടുവെട്ട് ജോലിക്കും വേണം അതിൻ്റെതായ ഒരു കോച്ചിങ്. ഇതിനൊക്കെ എത്ര പണവും സമയവും വേണമെങ്കിലും ചെലവഴിക്കാൻ നാം തയ്യാറാണ്. എന്നാൽ ഇതിലേറെയൊക്കെ പ്രാധാന്യമുള്ളതും കാലാകാലം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതുമായ ഒരു കാര്യത്തിന് നമുക്ക് യാതൊരു കോച്ചിങ്ങും മുന്നൊരുക്കവും വേണ്ട, അതിന്റെ ആവശ്യമേ ഇല്ല എന്നതാണ് നമ്മുടെ നിലപാട്. ആരെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ അവരെ കളിയാക്കാനാണ് നമുക്ക് ഉത്സാഹം. വിവാഹം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാർ മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ ചേർന്നുള്ള ഒരു ഉടമ്പടി കൂടിയാണ്. വിവാഹത്തിനു മുമ്പ് വസ്ത്രമെടുക്കാനും ആഭരണങ്ങൾ വാങ്ങാനുമൊക്കെ നാം കാണിക്കുന്ന ശുഷ്കാന്തി വിവാഹത്തെക്കുറിച്ച് വധൂവരന്മാർക്ക് രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കാൻ നാം കാണിക്കാറില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഭർത്താക്കന്മാർ ലഹരിപ്പുറത്തും ഭാര്യമാർ കയറിൻ തുമ്പത്തും കിടന്നാടുകയില്ലായിരുന്നു. വിവാഹത്തിന് തയ്യാറെടുക്കാൻ വധൂവരന്മാരെ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം തെറാപ്പിയാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. ഇതിലൂടെ ദമ്പതികൾക്ക് അവരുടെ ബന്ധത്തിന് ആരോഗ്യകരമായ അടിത്തറ നൽകാനും ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കാനും കഴിയും. ആശയവിനിമയം മെച്ചപ്പെടുത്തുക, വിവാഹ ബന്ധത്തിന്റെ ശക്തി തിരിച്ചറിയുക, വൈകാരികമായ ഒറ്റപ്പെടൽ ഇല്ലാതാക്കുക എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പരസ്പരം ഉള്ളു തുറന്നുള്ള ചർച്ചയിലൂടെ വധൂവരന്മാർക്ക് ആശയവിനിമയം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. അതിലൂടെ ദമ്പതികൾക്ക് പരസ്പരം മനസ്സിലാക്കുവാനും അടുത്തറിയാനും കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഭാവി ജീവിതം കൂടുതൽ കെട്ടുറപ്പുള്ളതാവുന്നു. വിവാഹത്തിന്റെ ശക്തിയും സൗന്ദര്യവും പ്രീ മാരിറ്റൽ കൗൺസിലിംഗിലൂടെ വ്യക്തമാകുമ്പോൾ പല പുതിയ തിരിച്ചറിവുകളും വധൂവരന്മാർക്കുണ്ടാകുന്നു. ഈ അവബോധം തുടർന്നുള്ള ജീവിതത്തിന് അവരെ ഏറെ സഹായിക്കുന്നു. പരസ്പരം അടുത്തറിയുന്നതിലൂടെ ദമ്പതികൾ തമ്മിൽ വൈകാരികമായ ഒരു അടുപ്പമുണ്ടാവുന്നു. മരിക്കും വരെ ഒന്നിച്ചു ജീവിക്കേണ്ടവരാണ് തങ്ങൾ എന്നുള്ള ബോധം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നു. ഇങ്ങനെ വൈകാരികമായ ഒറ്റപ്പെടൽ ഇല്ലാതാവുന്നു. പ്രീ മാരിറ്റൽ കൗൺസിലിംഗിലൂടെ പരസ്പരമുള്ള പൊരുത്തക്കേടുകൾ ആദ്യമേ കണ്ടെത്താനും പരിഹരിക്കാനും കഴിയുന്നു. ഇത് പരസ്പരം ദമ്പതികളെ അടുത്തറിയാൻ സഹായിക്കുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ ദമ്പതികളിൽ രൂപപ്പെടുന്ന ഈ മനപ്പൊരുത്തം സന്തുഷ്ടവും സംതൃപ്തവുമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇണകളെ പ്രാപ്തരാക്കുന്നു. ജീവിതത്തെ കുറിച്ചുള്ള ലക്ഷ്യങ്ങളും പ്ലാനുകളും രൂപപ്പെടുത്താനും പരസ്പരം പ്രതീക്ഷകൾ പങ്കുവെക്കാനും ജീവിതത്തിന്റെ ക്രമീകരണം രൂപപ്പെടുത്താനും കുട്ടികളുടെ ആസൂത്രണം, പണം സംബന്ധമായ കാര്യങ്ങൾ എന്നിവയിലെല്ലാം തന്നെ അഭിപ്രായ ഐക്യം ഉണ്ടാക്കാനും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സഹായകമാണ്. ലവ് മാരേജ് ആയാലും കുടുംബങ്ങൾ തമ്മിലുള്ള അറേഞ്ച്ഡ് മാരേജ് ആയാലും വിവാഹത്തിന് മുൻപുള്ള കൗൺസിലിംഗ് നിർബന്ധമാണ്. ഒരു യാത്ര പോകുമ്പോൾ സഹയാത്രികരെ കുറിച്ച് എത്ര വേവലാതിയോടെയാണ് നാം അന്വേഷിക്കാറുള്ളത്. അതുപോലെ പുതുതായി ഒരു വീടെടുക്കുമ്പോൾ അയൽവാസികളെ കുറിച്ച് എത്ര അന്വേഷിച്ചാലും നമുക്ക് തൃപ്തിയാവില്ല. എന്നാൽ ജീവിതയാത്രയിൽ എന്നും തൻ്റെ തുണയായിരിക്കേണ്ട ഇണയെ പറ്റി അറിയാനും അന്വേഷിക്കുവാനും നമുക്ക് നേരമില്ല. വധുവിന്റെ സ്വർണ്ണാഭരണങ്ങളിലേക്കും വരന്റെ ശമ്പള കാര്യങ്ങളിലേക്കും ഒതുങ്ങുന്നതാണ് നമ്മുടെ അന്വേഷണം. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ അവഗണിക്കുകയാണ്. അക്കാര്യത്തിൽ വേണ്ട പ്രാധാന്യം നാം തിരിച്ചറിയുന്നില്ല. കുടുംബത്തിലും സമൂഹത്തിലുമുള്ള ഈ അശ്രദ്ധയും അനാസ്ഥയുമാണ് മിക്ക ദാമ്പത്യങ്ങളും ഉരുൾപൊട്ടാൻ ഇടയാക്കുന്നത്. മോരും മുതിരയും പോലെ ഒരിക്കലും ചേരാത്ത ബന്ധങ്ങളെ കണ്ടെത്താനും വേണ്ടെന്ന് വെക്കാനും ഇത് ആണിനും പെണ്ണിനും സ്വാതന്ത്ര്യം നൽകുന്നു. അതുപോലെ തന്നെ പാലും പഞ്ചസാരയും പോലെയുള്ളവ കണ്ടെത്തി തമ്മിൽ അലിഞ്ഞു ചേരാനും ഇത് അവരെ സഹായിക്കുന്നു. കല്യാണം കുട്ടിക്കളിയല്ല എന്ന് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് മുതിർന്നവരുടെ ഗെയിമാക്കി മാറ്റണമെങ്കിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അത്യാവശ്യമാണ്.
വിവാഹം സ്വർഗത്തിൽ നടന്നോട്ടെ, എന്നാൽ കൗൺസിലിംഗ് ഭൂമിയിൽ തന്നെ നടക്കട്ടെ.